എല്ലാവർക്കും സൗമ്യാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കയ്പ്പയ്ക്ക തൊക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇപ്പോൾ തൊക്ക് എന്ന് പറഞ്ഞാൽ അതൊരു അച്ചാർ പോലത്തെ ഒരു ഐറ്റമാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ അച്ചാർ പോലത്തെ ഈ ഐറ്റത്തിന് തൊക്ക് എന്നാണ് പറയുക. അപ്പോൾ ഈ തക്കാളി കൊണ്ട് തൊക്കുണ്ടാക്കും, വെളുത്തുള്ളി കൊണ്ട് തൊക്കുണ്ടാക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കയ്പ്പയ്ക്ക കൊണ്ട് എങ്ങനെയാണ് തൊക്കുണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. കുറച്ച് എരിവും പുളിയും ഒക്കെ ഉള്ളൊരു റെസിപ്പിയാണ്. ഇത് ഈ കയ്പ്പയ്ക്ക ഉപയോഗിക്കുന്ന കാരണം കയ്പ്പയ്ക്കയുടെ ആ കയ്പ്പ് അത്ര അറിയില്ല. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽഡ് റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ തന്നെ ആ ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ടത് കയ്പ്പയ്ക്കയാണ്. അപ്പോൾ കയ്പ്പയ്ക്ക ഞാൻ 250 ഗ്രാം 1/4 കിലോ കയ്പ്പയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പോൾ ഈ റെസിപ്പിയിൽ നമ്മൾ അധികം വഴറ്റലും ഇളക്കലും ഒന്നും വേണ്ട. നമ്മൾ പെട്ടെന്ന് തന്നെ കുക്കറിൽ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് ഈ തൊക്കിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണയാണ് എടുക്കുന്നത്. അപ്പം നല്ലെണ്ണ ആവശ്യത്തിന് നല്ലെണ്ണയും ഒഴിക്കുക. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വെച്ചാൽ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ലെണ്ണയും ഒഴിക്കുകയാണ്. ഇനി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് കയ്പ്പയ്ക്ക അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു 2 ലെയർ നമ്മൾ കുറച്ച് വെള്ളവും എണ്ണയും ഒഴിച്ചു. ഇനി അതിലേക്ക് കയ്പ്പയ്ക്ക ഇടുകയാണ്. അപ്പോൾ കയ്പ്പയ്ക്ക ഇട്ടിട്ടുപോലെ നന്നായിട്ടൊന്ന് പരത്തി ഇടുക. എന്നിട്ട് അതിലേക്ക് ബാക്കി ചേരുവകളും ചേർക്കാം. ഇതൊരു നാരങ്ങയുടെ അത്രയും വലിപ്പമുള്ള പുളി ചേർക്കുകയാണ്. എന്നിട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളിയും കൂടിയും ചേർക്കുകയാണ്. പിന്നെ ഒരു 8 ഉണക്കമുളക്. അപ്പോൾ നല്ല എരിവുള്ള ഉണക്കമുളകാണ്. അധികം എരിവില്ലാത്തതാണെങ്കിൽ ആ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് ശർക്കര. അപ്പോൾ ഇത് എല്ലാം കൂടി ചേർത്തു. ഇനി നമുക്ക് പൊടികളാണ് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത്, 1 ടീസ്പൂൺ സാമ്പാർ പൊടി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തു. ഇനി ഇത് ഇളക്കൊന്നും വേണ്ട. നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 6 വിസിൽ വരെ 6 to 7 വിസിൽ വരെ വെക്കാം. പേടിക്കേണ്ട ആവശ്യമില്ല, കരിഞ്ഞു പോവില്ല. കാരണം അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളതാണ്. അപ്പോൾ ഒരു 6 to 7 വിസിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഇപ്പോൾ വിസിലൊക്കെ വന്നു. ഇനി ആ പ്രഷർ ഇറങ്ങിയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ല, ഇപ്പോൾ നന്നായിട്ട് എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഇനി നോക്കിക്കഴിഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അടി കരിഞ്ഞിട്ടില്ല. ആ ഒരു എണ്ണയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അടിയിൽ. ഇനി നമുക്ക് ഇതുപോലെ ഒരു മാഷറുണ്ട്, നന്നായിട്ടൊന്ന് മാഷ് ചെയ്യണം. ആ പുളിയും ഉണക്കമുളകും കയ്പ്പയ്ക്കയും എല്ലാം കൂടി നന്നായിട്ട് യോജിക്കണം. അപ്പോൾ മാഷറോട് എല്ലാം നന്നായിട്ടൊന്ന് മാഷ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിക്കണം. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ്. അപ്പോൾ അത് അധികം നേരം സ്റ്റൗവിൻ്റെ അവിടെ നിന്ന് വഴറ്റി എല്ലാം ചെയ്ത് സമയം കളയണ്ട. ഇതിപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം എല്ലാം ഈ നമ്മൾ ചേർത്ത ചേരുവകളെല്ലാം നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റമാണിത്. ഒരു കുറച്ച് പുളിയും എരിവും കുറച്ച് മധുരവും ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. ഇപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കറികളൊന്നും ഇല്ലാത്തൊരു ദിവസം ഈ ഒരു സാധനം റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. ഒരു പപ്പടവും കുറച്ച് ചോറുണ്ടെങ്കിൽ തന്നെ
നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കി നമുക്ക് കുറേ അധികം കാലം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഒരു ഡപ്പയിൽ ഒരു എയർ ടൈറ്റ് ബോക്സിൽ ഇട്ട് വെച്ചതിന് ശേഷം കുക്കറിൽ ബാക്കിയുള്ളത് സൈഡിലൊക്കെ ഉള്ളതിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഇഷ്ടമാവും. എനിക്കും ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.